IT പ്രൊഫഷണൽസിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവർ മിക്കവാറും എല്ലാവരും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ജിബിന്റെ കരിയറിൽ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് ബേസിക് ആയിട്ട് സംഭവിക്കാറുള്ള, ഇൻ ജനറൽ സംഭവിക്കാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 lakh സാലറി കിട്ടുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. അപ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് ചിലവുകൾ വരിക? ജീവിത ചിലവുകൾ, ലിവിങ് എക്സ്പെൻസുകൾ ഉണ്ടാകാം. പിന്നെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം EMI ഉണ്ടാവും. കാറ് ഒബിയസ്ലി ഉണ്ടാവും, അപ്പോൾ അതിനും EMI ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള പല ചിലവുകൾ ഉണ്ടാവും. ഈ ചിലവുകളൊക്കെ വരുമ്പം ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനൊരു ഒരു അനാലിസിസോ അല്ലെങ്കിൽ ഒരു കണക്കോ ഉണ്ടാവില്ല. ഇവർ സ്പെൻഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ രീതിയിൽ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. രണ്ടുപേരും വർക്കിംഗ് ആകുമ്പോൾ രണ്ടുപേർക്ക് ഇൻകം വരുന്നുണ്ട്. രണ്ടുപേരുടെ രീതിയിൽ ചിലവാക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇവർ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ബാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതെ, സാലറി ഇപ്പോൾ അക്കൗണ്ട് ത്രൂ വരുന്നതുകൊണ്ട് അവിടെ കിടപ്പുണ്ടാവും. അത് അടുത്ത മാസത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക? ഇവര് എന്തെങ്കിലും ചെറിയൊരു സാധനം വാങ്ങിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും പെട്ടെന്ന് അതങ്ങ് യൂട്ടിലൈസ് ചെയ്യുകയും അത് ലിക്വിഡേറ്റ് ആയി. പിന്നെ അത് 3ാമത്തെ മാസം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അക്കൗണ്ട് നോക്കുമ്പോൾ അക്കൗണ്ടിലില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് മന്തിലും ഇതേപോലെ ഒരു എമർജൻസിയോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പം ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത മാസത്തെ ഇൻകത്തിൽ അത്രയും ഷോർട്ടേജ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടച്ചു. പിന്നെ ഇതങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ഓരോ മാസം കൂടും തോറും ഇങ്ങനെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരും. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു ക്രൈസിസിലേക്കോ അല്ലെങ്കിൽ ഒരു പോകത്തില്ല. അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരും. ഒരു ബഡ്ജറ്റിങ്ങിന്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെ എവിടെയെങ്കിലും വെച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ആ കൺട്രോളിങ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ഉള്ള കുറേ കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വരുമ്പം ആ കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് മിക്കവാറും തന്നെ ആൾക്കാർ വരിക. ഒരു സെർട്ടൺ ലെവൽ കഴിഞ്ഞ് കഴിയുമ്പം എന്താണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഇപ്പോൾ ലൈബിലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ 3 ലൈബിലിറ്റീസ് ഓൾറെഡി ഉണ്ടെങ്കിൽ 4ാമത് ഒരെണ്ണം വരാനുള്ള പോസിബിലിറ്റി വരുമ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി തുടങ്ങും. പിന്നെ IT പ്രൊഫഷണൽസ് ആണ്, അവർക്ക് തലവേദന ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ ടെൻഷനും കൂടെ ആയിട്ടുണ്ട്. അവിടെ തന്നെ ഓൾറെഡി ഈ ടെൻഷൻ വർക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇതും കൂടെ വന്നുമ്പോഴത്തേക്ക് അവരുടെ മൊത്തത്തിലുള്ള കരിയറിനെ അത് ബാധിക്കാൻ തുടങ്ങും. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പ് വരുത്തേണ്ടതാണ്.